ഇവിടെ മാത്രമല്ല ഡൽഹിയിലും ചെറിയ മഴയുണ്ട്. ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. നോയിഡയിലും ഗാസിയാബാദിലും റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്നും ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, ഗുഡ് ഈവനിംഗ്. അപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴ വരുന്നു എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. എന്താണ് വിശദാംശങ്ങൾ? പ്രജൻ, അമൃത, ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും ഡൽഹിയിൽ ഉഷ്ണതരംഗത്തിനും കടുത്ത ചൂടിനുമൊക്കെ ഒരു ആശ്വാസമായിട്ടുണ്ട്. വലിയ തോതിലുള്ള മഴ ഇപ്പോഴെന്തായാലും ഡൽഹിയുടെ ഔട്ട്സ്കേർട്സിൽ പ്രധാനമായിട്ടും നോയിഡ അതുപോലെ തന്നെ ഗാസിയാബാദിലെല്ലാം തന്നെ ഇതിനോടകം പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഏറ്റവും പ്രധാനമായിട്ടും ആലിപ്പഴ വർഷം ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഒരു സീസണിൽ ആദ്യത്തെ ആലിപ്പഴ വർഷമാണ് ഈ പറയുന്ന നോയിഡയിലും ഗാസിയാബാദിലുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ആലിപ്പഴ വർഷത്തിൻ്റെ എല്ലാം തന്നെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്ത് വരുന്നുമുണ്ട്. പല ആളുകളും അതെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ ഹരിയാനയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഹരിയാനയുമായി ഡൽഹി അതിർത്തി പങ്കിടുന്ന ഗുരുഗ്രാം, ഫരീദാബാദ് മേഖലകളിൽ ഇപ്പോൾ യെല്ലോ അലേർട്ടാണ്. അവിടെയും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് അടുത്ത 5 മണിക്കൂർ നേരത്തേക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയുടെ നഗരമധ്യത്തിലാണ്. അവിടെ മഴയില്ല, പക്ഷേ ഇരുണ്ടു മൂടിയിട്ടുള്ള ഒരു ആകാശമാണ്. ശക്തമായിട്ടുള്ള കാറ്റുണ്ട്. അടുത്ത മണിക്കൂറുകളിൽ ഏകദേശം 5 മണിക്കൂർ നേരത്തെ ഇടിമിന്നലോട് കൂടിയായിട്ടുള്ള ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കുറച്ചു നേരം മുൻപ് വരെ ഇവിടെ പൊടിക്കാറ്റ്, ശക്തമായിട്ടുള്ള പൊടിക്കാറ്റ് ഉണ്ടായിരുന്നു. ഏകദേശം 15 മിനിറ്റ് നേരം ഈ പൊടിക്കാറ്റ് നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നു. അത് ജനജീവിതത്തെ എല്ലാം തന്നെ, പ്രത്യേകിച്ചും വാഹനത്തെ, മറ്റ് ഗതാഗതങ്ങളെ, ആളുകളെ, ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ എല്ലാം തന്നെ അത് ബുദ്ധിമുട്ടിച്ചു. എന്നാലും ഇപ്പോൾ ആ പൊടിക്കാറ്റിന് ശമനമായിട്ടുണ്ട്, പക്ഷേ ശക്തമായിട്ടുള്ള കാറ്റ് തുടരുന്നുമുണ്ട്. ഇപ്പോൾ ഈ മഴയ്ക്ക് പിന്നാലെ ഉയർന്ന താപനിലയിലും കുറവ് വന്നിട്ടുണ്ട്. നേരത്തെ 43-44 ഡിഗ്രി ആയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 40-ന് താഴേക്ക് 38-ലേക്കെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും സമാനമായിട്ട് ഡൽഹിയിലും ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ഹരിയാനയിലും മഴയുണ്ടാകുമെന്നുള്ള കാര്യം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. എന്നാൽ മഴയുണ്ടാകുമ്പോൾ പോലും അത് താത്കാലിക ആശ്വാസമാണ്. പെട്ടെന്ന് തന്നെ വീണ്ടും താപനില കയറി ഉഷ്ണതരംഗത്തിലേക്കും ചൂടിലേക്കും പോകുന്ന പ്രവണതയാണ് ഡൽഹിയിലും സമീപ സംസ്ഥാനങ്ങളും കാണാറുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ചും മെയ് ആദ്യവാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ വേനൽക്കാലം രൂക്ഷമാകും എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഒരു വിലയിരുത്തലായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആശുപത്രികളോടും കൈക്കൊള്ളാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ അതിനെല്ലാം ഇടയിൽ ഇത്തരത്തിൽ മഴ ഉണ്ടാകുന്നത് ഡൽഹി നിവാസികളെ സംബന്ധിച്ച് ആശ്വാസം തന്നെയാണ്. പ്രജൻ, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.